നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു ലൈംഗികാരോപണ കഥ കൂടി പുറത്തേക്ക് വരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ലൈംഗികാരോപണം വന്നിരിക്കുന്നത്. ഷാനു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് ഇന്നലെ, മറ്റൊന്നും തന്നെ വ്യക്തമല്ല എങ്കിലും വളരെ വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കുറിപ്പിനൊപ്പം തങ്ങളുടെ 2 ചിത്രങ്ങൾ, അതായത് 2 നഗ്ന ചിത്രങ്ങൾ, ഒരു പകുതി വേഷത്തിലുള്ള ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എത്ര വ്യാജമാണ് എന്ന് സ്ഥാപിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുന്നത് തങ്ങൾ നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പരാതി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ഏതാണ്ടൊക്കെ വ്യക്തമായ അവസ്ഥ തന്നെയാണുള്ളത്. ഷാനു എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് ഇന്നലെ ഇട്ട പോസ്റ്റ്, ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരള രാഷ്ട്രീയത്തിൽ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുള്ളത് എന്നാണ് വളരെ കൃത്യമായ ഒരു റീസൺ ആകാം. ആ റീസൺ അത് പങ്കുവെക്കുന്നുമുണ്ട് ആ പ്രൊഫൈലിൽ നിന്ന്. എങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ കടമയായി ഞാൻ കരുതുന്നു. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ താൻ തയ്യാറാണെന്നും ഈ പോരാട്ടത്തിൽ കേരള സമൂഹത്തിൻ്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു എന്നും ഇന്നലെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ പറയുകയും ചെയ്തിരുന്നു. എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനായി, അതായത് എങ്ങനെയാണ് ഇയാളെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നു. എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ഫോൺ നമ്പർ വാങ്ങിയെങ്കിലും പിന്നീട് വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ വാങ്ങി. അന്ന് രാത്രി മുതൽ തന്നെ മോശമായ രീതിയിലുള്ള മെസ്സേജുകളാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് ആ ഐഡിയിൽ നിന്നുള്ള ആൾ പറയുന്നത്. ഇത് വ്യാജ ഐഡി ആണോ എന്നറിയില്ല, എങ്കിൽ പോലും പക്ഷേ ചിത്രങ്ങൾ എവിടെ വന്നു? വ്യാജ ഐഡി ആണെങ്കിൽ തന്നെ ഈ ചിത്രങ്ങൾ എവിടെ നിന്ന് വന്നു? അത് AI നിർമ്മിതമായ ചിത്രങ്ങളാണെന്നൊന്നും തോന്നുന്നില്ല, യഥാർത്ഥ ചിത്രങ്ങളാണ് എന്നാണ് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ ക്ലോഡിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത് ആയിരക്കണക്കിന് പള്ളികളുടെ ഖാലി പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും വലിയ ഗുരുതരമായ ആരോപണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സാമ്പിൾ ചിത്രമാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള 100 കണക്കിന് മെസ്സേജുകളും തെളിവുകളുമെല്ലാം തരാമെന്നും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെന്നും അതിനെ ആരെങ്കിലും സഹായിക്കണമെന്നുമൊക്കെ ഈ ഐഡിയിൽ നിന്നുള്ള ആൾ പറയുന്നുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ നേതാവിനെതിരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കേണ്ടത് കടമയായി കരുതുന്നത് കൊണ്ടാണ് താൻ പറയുന്നത് എന്നാണ് വാദം. ഏതായാലും പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും എല്ലാം തരാം, സകല തെളിവുകളും കൈമാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് അതിന് പിന്നാലെ കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കമുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഒക്കെ പറയുന്നത് ഇത് വ്യാജമാണ് എന്നാണ്. എന്തായാലും വ്യാജമാണെങ്കിൽ ഈ ചിത്രം എവിടെ നിന്ന് വന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും. പോലീസിൽ പരാതി നൽകി, ഇത് ഫേക്ക് ഐഡിയാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അജ്ഞാതൻ ഉന്നയിച്ചത് വ്യാജ ആരോപണങ്ങളാണ്, അങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലീസിൽ പരാതി നൽകിയത് എന്നാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒന്നും പറയാൻ കഴിയില്ല, നമുക്കറിയുന്ന കാര്യമാണ്. ഐസ്ക്രീം പാർലർ വാണിഭ കേസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് തീർച്ചയായും സാദിഖ് അലി തങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഏതായാലും സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും തടയും എന്നുമൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആരോപണം ഉന്നയിച്ച ആൾ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റും മുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ നിജസ്ഥിതി അറിയാനുണ്ട്. കേരളീയ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അതൊരു വ്യക്തിപരമായ കാര്യമാണ് ഇത്തരം വിഷയങ്ങളെങ്കിലും ഈ രാഷ്ട്രീയ രംഗത്തും മതപരമായ രംഗത്തും നേതൃസ്ഥാനത്തുമൊക്കെ ഇരിക്കുന്നവർ ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ധാർമ്മികമായി അത് അധാർമികതയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.